ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ. നമുക്ക് റവയും പഴവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ പഴമാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം. പിന്നെ പറ്റുന്ന അത്ര മാക്സിമം ചെറുതായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ എടുത്തിട്ടുള്ള പഴം നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറോ ഗീയോ ഓയിലോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസുമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു അളവെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് മാത്രമേ ഉള്ളെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു മധുരത്തിനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതിയാവും. കാരണം നമ്മൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് എടുക്കുന്നതെങ്കിൽ പഴത്തിന് തന്നെ നല്ല ഒരു മധുരമാണ്. അപ്പോൾ ഈ ഒരു അളവിലുള്ള പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കഴിയുമ്പോൾ സ്നാക്കിൽ നല്ല ഒരു മധുരം ഉണ്ടാവും. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നോളും. ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഫ്ലേവറിനായിട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു വലിയ പഴം എടുക്കുന്ന സമയത്ത് അതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവ ഒന്നും അല്ല. റോസ്റ്റഡൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അത് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ആ റവയും കൂടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ റവ എടുത്തിട്ടുള്ള കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു റവ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാട് നമ്മൾ ഉപ്പുമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലൊന്ന് കുഴഞ്ഞു പോകുന്ന രീതിയിലാക്കിയിട്ട് എടുക്കരുത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് 1 മിനിറ്റ് നേരം കേട്ടോ, 1 മിനിറ്റ് നേരം മാത്രമാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ റവയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്ന് തണുക്കുന്ന സമയത്ത് ഞാനിതാ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു പഴവും അതുപോലെ തന്നെ റവയും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് സ്മൂത്ത് ആയിട്ട് വന്നോളും. അപ്പോൾ ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതാ ഈ ഒരു സൈസിൽ നമ്മൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു കൊഞ്ഞൻ സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൊണ്ട് ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കൂടെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ തേങ്ങയിൽ തന്നെ ഒന്നങ്ങ് കവർ ചെയ്തെടുത്താൽ മതിയാവും. ഇതുകൂടെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മുടെ സ്നാക്കിന്.
അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാൻ. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നെക്സ്റ്റ് നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.